ജൂലൈ 21 ചാന്ദ്രദിനം. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയിട്ട് 55 വർഷങ്ങൾ പിന്നിടുകയാണ്. വിദ്യാർത്ഥികളിൽ ശാസ്ത്ര അവബോധം വളർത്തുകയെന്നതാണ് ചന്ദ്രദിനാചരണത്തിന്റെ ലക്ഷ്യം. ചെന്നൈയിലെ പ്രസന്റേഷൻ LP സ്കൂളിൽ ചാന്ദ്രദിനം ആചരിക്കുകയുണ്ട്. അവിടെ നിന്ന് ന്യൂസ് റിപ്പോർട്ടർ എഡ്വിൻ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. നമസ്കാരം എഡ്വിൻ, പ്രസന്റേഷൻ സ്കൂളിലെ ഇന്നത്തെ വിശേഷങ്ങൾ പറയൂ. നമസ്കാരം ഇമ്മാനുവൽ. ഇന്ന് സ്കൂളിൽ ചാന്ദ്രദിനം വളരെ നന്നായി ആഘോഷിച്ചു. ഒരേ ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹമായ ചന്ദ്രനിൽ കാലുകുത്താനായിട്ട് നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ശ്രമമായിരുന്നു ചാന്ദ്രയാൻ ദൗത്യം. അത് നമ്മളുടെ ചാന്ദ്രയാൻ എന്ന് പറയുന്നത് ഒരു കൃത്രിമ പേടകം നിർമ്മിച്ചിട്ട് അതില് ചന്ദ്രനിൽ ആദ്യമായി അത് വിക്ഷേപിക്കുകയായിരുന്നു. ISROയുടെ നേതൃത്വം. വളരെ വ്യത്യസ്തമായ പരിപാടിയാണ് നടത്തിയത്. ഇരിക്കുന്ന പപ്പടം കണ്ടോ? പപ്പടം ഏതെന്ന് ചൊല്ലിടുവിൻ വേഗം. ശരി ഉത്തരം. വലിയ പറമ്പിൽ വലിയ പപ്പടം. ശരി ഉത്തരം. തുടച്ചാലും ചോർന്നു പോകാത്ത കണ്ണാടി. ശരി ഉത്തരം. രാത്രിയാല ഉറങ്ങുമ്പോൾ പകലുറക്കം. കറക്റ്റ് ഉത്തരം. ചന്ദ്രൻ. ഞാൻ ഓടിയാൽ എന്റെ ഒപ്പം ഓടും. എന്റെ ഒപ്പം ഞാൻ നിൽക്കുമ്പോൾ എന്റെ ഒപ്പം നിൽക്കും. ആറ്റിലൂടെ ഒരു വെള്ളിക്കിണ്ണം ഒലിച്ചു പോകുന്നു. കൈയെത്താത്ത വെള്ളിത്തളിക. തേങ്ങാപ്പൂളൊരു തേങ്ങാ മുറിയേ. വെള്ളമില്ല കടലിൽ ആളില്ല തോണി. UKG കുട്ടികളുടെ ആക്ഷൻ സോങ് വളരെ കൗതുകകരമായ കാഴ്ചയായിരുന്നു. LKGയിലെ നിസമാക്കാണ് കഥ അവതരിപ്പിച്ചത്. എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? കഥ സൂപ്പറായിരുന്നു. ക്യാമറാമാൻ ആരോണൊപ്പം എഡ്വിൻ, ന്യൂസ് ഡെസ്ക് പ്രസന്റേഷൻ. നന്ദി എഡ്വിൻ. ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് പ്രസന്റേഷൻ സ്കൂൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ വിശദമായ റിപ്പോർട്ടാണ് നമുക്കിന്നിവിടെ ലഭിച്ചത്. ഇന്നത്തെ വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.